പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകയുടെ സംശയത്തിനുള്ള മറുപടിയാണ്. അവർ ചോദിച്ചിരിക്കുന്ന ഇപ്രകാരമാണ്: എൻ്റെ ഭർത്താവ് വിദേശത്താണ്, സ്ഥലം അവർ വരാതെ അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനാവുമോ? എന്താണ് അതിനുള്ള പ്രൊസീജിയർ? അതായത് നമ്മുടെ പ്രേക്ഷകയുടെ ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ നാട്ടിൽ സ്ഥലം വാങ്ങിക്കുകയോ മറ്റോ ചെയ്യാനുണ്ട്. വാങ്ങിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ പേരിലാണ്. എങ്കിൽ അദ്ദേഹം വരാതെ അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് സ്ഥലം വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്യുവാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പറ്റും. അതിന് വേണ്ടത് ഭർത്താവ് നിങ്ങളുടെ പേരിലോ അതല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റാരുടെയെങ്കിലും പേരിലോ പവർ ഓഫ് അറ്റോർണി നൽകുക എന്നുള്ളതാണ്. മലയാളത്തിൽ അതിന് മുക്തിയാർ എന്ന് പറയും. നിയമപരമായിട്ട് ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തലാണ് പവർ ഓഫ് അറ്റോർണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പവർ ഓഫ് അറ്റോർണി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശത്തുള്ള ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ രേഖകളും അതുപോലെ തന്നെ ആരുടെ പേരിലാണോ പവർ ഓഫ് അറ്റോർണി നൽകുന്നത് ആ വ്യക്തിയുടെ രേഖകളും എന്ത് ആവശ്യത്തിനാണോ എന്ന് വളരെ വ്യക്തമായി എഴുതിക്കൊണ്ട് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് മുഖേന പവർ ഓഫ് അറ്റോർണി സംഘടിപ്പിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച പവർ ഓഫ് അറ്റോർണി നാട്ടിലേക്ക് അയച്ചു വരുത്തുക, അത് നമ്മുടെ നാട്ടിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അത് ഇവിടെ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കുക അഥവാ അഡ്ജുഡിക്കേറ്റ് ചെയ്യുക. ആ പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് അതിലെന്താണോ എഴുതിയിരിക്കുന്നത് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് നാട്ടിലുള്ള വ്യക്തിക്ക് അധികാരമുണ്ടായിരിക്കും. നിങ്ങളുടെ പേരിലാണ് പവർ ഓഫ് അറ്റോർണി നിങ്ങളുടെ ഭർത്താവ് നൽകിയിട്ടുള്ളത് എങ്കിൽ ആ പവർ ഓഫ് അറ്റോർണിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടായിരിക്കും. ഈ രൂപത്തിൽ നിങ്ങൾക്ക് നാട്ടിൽ സ്ഥലം വാങ്ങുവാനും അതുപോലെ തന്നെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനുണ്ട് എങ്കിൽ അത് വിൽക്കുന്നതിനും അതല്ലെങ്കിൽ മറ്റിടപാടുകൾ എന്തെങ്കിലും നടത്താനുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും നടത്താനുണ്ട് എങ്കിൽ അതിനുമൊക്കെ ചുമതലകൾ നൽകുന്നതാണ് ഇത്തരത്തിലുള്ള പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. എന്തെല്ലാം ചുമതലകളാണ് നിർവഹിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ആ രേഖയിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല ആ രേഖയിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈ പവർ ഓഫ് അറ്റോർണി ഉപയോഗപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ എന്ന് മാത്രം. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിലാണ് പവർ ഓഫ് അറ്റോർണി നൽകിയിട്ടുള്ളത് എന്ന് കരുതുക എങ്കിൽ ആ ഒരു കാര്യം നിർവഹിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് റദ്ദാകുന്നതാണ്. ഇനി എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക ഇടപാടുകളും നടത്തുവാൻ വേണ്ടിയിട്ടുള്ള അധികാരമാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാനും അധികാരമുണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ പവർ ഓഫ് അറ്റോർണിയിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നൽകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതുന്നത് എപ്പോഴും സുരക്ഷിതമായിരിക്കും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.